ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ നേരത്തെയും പല വീഡിയോകൾ ഇതിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യുമ്പോൾ ജോബിനെ പറ്റിയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത്. ഓൺലൈൻ ജോബ് അങ്ങനെ ചെയ്യാവുന്നത്. ഞാനിപ്പോൾ പുതിയതായിട്ട് ഇടുന്നത് ഞാൻ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഞാനൊരു 25 വർഷമായിട്ട് മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കൂടുതലും ഗവൺമെൻറ് സെയിലും ടെൻഡറിങ്ങുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടെൻഡറിനെ പറ്റി ഒരു ഐഡിയ കിട്ടത്തക്ക രീതിയിൽ കുറച്ച് വീഡിയോ ഇടാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരിക്കും. അപ്പം പഴയ കാലത്തൊക്കെ നമ്മൾ ചെയ്യുമ്പം ഗവൺമെൻറ് സെയിലുകൾ ഡയറക്റ്റ്, അതായത് വിത്തൗട്ട് ടെൻഡറിലൂടെ, ഓപ്പൺ ടെൻഡറില്ലാതെ ലിമിറ്റഡ് ടെൻഡറിലൂടെ നമ്മൾ ഗവൺമെൻറ് സെയിൽ കിട്ടണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തേണ്ടിയിരുന്നത് DGSNT അല്ലെങ്കിൽ കേന്ദ്രീയ ഫണ്ടാണ്. ഇപ്പോൾ DGSNT രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്നത്തെ കാലത്ത്. അതിന് ബദലായിട്ടാണ് DGSNT ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് GEM, ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് ഒരു മീഡിയയാണ്, ഓൺലൈൻ പ്രൊക്യൂർമെൻറ്റ് സൈറ്റ് ഗവൺമെൻറ്. ഇതിലൂടെ നമുക്ക് ഗവൺമെൻറ് ഓർഗനൈസേഷനും ഡയറക്റ്റ് ഗവൺമെൻറ്റിനും മറ്റ് PSUസിനും ലോക്കൽ ബോഡിക്കും ഒക്കെ ഡയറക്റ്റായിട്ട് മെറ്റീരിയലും പ്രൊഡക്റ്റും സർവീസസും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് സെയിൽ ചെയ്യാനുള്ള ഈ സാഹചര്യമുണ്ട്. അതാണ് ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസിൻ്റെ പ്രത്യേകത. DGSNT നേരത്തെ ചെയ്തിരുന്നതും ഇത് തന്നെയാണ്. പക്ഷേ DGSNTയുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലെങ്തി പ്രൊസീജിയറാണ്. നമ്മൾ മാസങ്ങളോളം എടുക്കും. അതിൻ്റെ അവരുടെ ഡോക്യുമെൻറ്റേഷനെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഒരു ബുക്ക് പോലാക്കി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരത് പരിശോധിച്ചിട്ട് എന്താണ് വീണ്ടും അത് നമ്മൾ അഴിച്ച് വീണ്ടും പ്രൊസീജിയറെല്ലാം ചെയ്യണം. എന്നിട്ട് വേണം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങളോളം എടുക്കും. അവരുടെ സമയമുണ്ട്, ഇന്ന സമയത്തിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്തിന് നമ്മൾ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. EMD റീഫണ്ട്, EMD ബെനിഫിറ്റ്, EMD വേവ് ഓഫ് ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് പലരും അത് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് മാസങ്ങളോളം ഇരുന്നത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ ഡൽഹി DGSNT ഓഫീസിൽ. അപ്പം ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്ലേസ് GEM ഇൻട്രൊഡ്യൂസ് ചെയ്തോടെ ആ പ്രശ്നങ്ങളൊക്കെ തീരും. നമുക്ക് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് ഡോക്യുമെൻറ്റ് ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് GEMൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GEM രജിസ്ട്രേഷന് ശേഷം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവരുടേതായ പ്രൊഡക്റ്റ് GEM എപ്പോഴും അഡ്വാൻസ്ഡാണ്. അവരുടെ സ്പെസിഫിക്കേഷൻ പുതിയതായിട്ട് വരുന്നതനുസരിച്ച് അവർ സ്പെസിഫിക്കേഷൻ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളും അമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അവരുടെ സ്പെസിഫിക്കേഷൻ മാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗുകൾ നമുക്ക് GEMൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് GEMലൂടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ് കൂടുതലും ഞാൻ ടെൻഡറിങ്ങും ഓപ്പൺ ടെൻഡറിങ്ങും പ്രൊക്യൂർമെൻറ്റ് സൈറ്റുകളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് വീഡിയോകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങളെ അടുത്ത വീഡിയോയിൽ ഞാൻ GEMനെ പറ്റി കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായ വിവരങ്ങൾ കിട്ടും എന്നുള്ള ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.